ഹായ് എവരി വൺ. കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിലെ പാർട്ട് 3 വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് അസറ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഇറ്റ്സ് പ്രൊവിഷൻ, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോബ്ലം വിത്ത് സൊല്യൂഷൻ. ഇത് രണ്ടും പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യമായി നമുക്ക് എന്താണ് അസറ്റ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളതൊന്ന് പറയാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസറ്റിനെ പല രീതിയിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. ബാങ്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആർ ടു ബി ക്ലാസിഫൈഡ് ഇൻ 2 ബ്രോഡ് കാറ്റഗറി. ഒരു ബാങ്കിൻ്റെ ലോൺസ് ആൻഡ് അഡ്വാൻസസിനെ മെയിനായിട്ട് 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതാണ് സ്റ്റാൻഡേർഡ് അസറ്റ് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ്. സ്റ്റാൻഡേർഡ് അസറ്റ് എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട്. ഇനി മറ്റൊന്നാണ് NPA എന്ന് പറയുന്നത്. നോൺ പെർഫോമിംഗ് അസറ്റിന് നമുക്ക് വീണ്ടും ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. എല്ലാം കൂടെ കൂടിയിട്ടാണ് അസറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം. പലപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് NPA എന്നുള്ളത്. ഇതുപോലെ തന്നെ വരുന്ന ഒന്നാണ് നോൺ ബാങ്കിങ് അസറ്റ്. അതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. If an asset interest is serviced promptly and there is no overdue in the account, it is called performing asset. ഒരു അസറ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് പ്രോംപ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യാതൊരുവിധ ഓവർഡ്യൂവും ഇല്ല എന്നാണെങ്കിൽ അതിനെ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയും. അതായത് ഒരു ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് അവർ ഏൺ ചെയ്യുന്നത് എങ്ങനെയാണ്? കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ലോൺസിൻ്റെയും അഡ്വാൻസസിൻ്റെയും മുകളിലാണ്. അപ്പോൾ ഇങ്ങനെ കസ്റ്റമേഴ്സ് കൃത്യമായിട്ട് ബാങ്കിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബാങ്കിന് യാതൊരുവിധ റിസ്ക്കും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന അസറ്റിനെയാണ് പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. According to RBI, an asset becomes non-performing asset when it ceases to generate income for bank. എന്നാൽ NPA എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പെർഫോമിംഗ് അസറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് NPA എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്തരം അസറ്റിൻ്റെ മുകളിൽ കസ്റ്റമേഴ്സ് ഇൻട്രസ്റ്റ് കൊടുക്കാതായിട്ടുണ്ടായിരിക്കും. when it ceases to generate, അത് നിന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടാതായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് എന്ത്? when it ceases to generate income for bank. ബാങ്കിന് ഇൻകം കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ കസ്റ്റമേഴ്സ് എന്ത് കൊടുക്കുന്നില്ല? മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് കസ്റ്റമേഴ്സ് ബാങ്കിന് കൊടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് ഇൻകം കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരും. അത്തരം അസറ്റിനെയാണ് നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് ഇല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ഇൻകം ഓൺ ആൻ അസറ്റ് റിമെയിൻ ഓവർ ഡ്യൂ ഫോർ എ പീരിയഡ്, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് NPA. അപ്പോൾ അത്തരത്തിൽ ഓവർ ഡ്യൂ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു പീരിയഡ് വൈസ് ആയിട്ട് കളക്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇൻകം ഇല്ല എന്നാണെങ്കിൽ അത്തരം അസറ്റിനെ NPA എന്ന് പറയുന്നു. ഈ NPA ആണ് സബ് ഡിവൈഡ് ചെയ്തിട്ട് 3 ആക്കിയിട്ടുണ്ട്. ഒന്ന് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, മറ്റൊന്ന് ഡൗട്ട്ഫുൾ അസറ്റ്, മറ്റൊന്ന് ലോസ് അസറ്റ്. ഇനി അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് അസറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ്സ്റ്റാൻഡേർഡ് അസറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കമ്പനി എന്ത് ചെയ്യണം? ഒരു ബാങ്ക് പ്രൊവിഷൻ റിക്വയർ ചെയ്യണം. നമുക്കറിയാം ഇതൊക്കെ റിസ്ക് ആണ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിലും ഡൗട്ട്ഫുൾ അസറ്റ് ആണ് ഇനി സംശയമാണ് അതിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ലോസ് അസറ്റ് ആണെങ്കിൽ ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് ബാങ്കിന് അറിയാം. അപ്പോൾ ഇതിനൊക്കെ മുകളിൽ കമ്പനി എന്ത് ചെയ്യണം? ഒരു പ്രൊവിഷൻ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പേഴ്സൻറ്റേജ് ആണ് ഇവിടെ പറയുന്നത്. സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിൽ 0.40, മിനിമം 0.40% ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊവിഷൻ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് അസറ്റിനേക്കാളും റിസ്ക് കൂടുതലാണ്, എന്നാലും കമ്പാരിറ്റീവ് ഡൗട്ട്ഫുൾ അസറ്റിനെയോ അത്ര തന്നെ റിസ്ക് ഇല്ലതാനും. അതുകൊണ്ട് തന്നെ പേഴ്സൻറ്റേജ് കൂടുന്നുണ്ട്. 15% ആണ് പ്രൊവിഷൻ വരുന്നത്. ഇനി ഡൗട്ട്ഫുൾ അസറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് ഡൗട്ടാണ്. അതിൽ തന്നെ ഫോർ ദി അൺസെക്യൂർഡ് പോർഷൻ ഉണ്ട്, ഫോർ ദി സെക്യൂർഡ് പോർഷൻ ഉണ്ട്. എങ്കിൽ കുറച്ച് ഭാഗം മാത്രമാണ് എന്തുള്ളത്? സെക്യൂരിറ്റി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെന്താണ്? പ്രൊവിഷൻ കുറവാണ്. എന്നാൽ അൺസെക്യൂർഡ് ആണെങ്കിലോ, സെക്യൂരിറ്റി ഇല്ലാതെയാണെങ്കിലോ അതിനെന്താണ്? പ്രൊവിഷൻ കൂടുതലാണ്. അപ്പോൾ അൺസെക്യൂർഡ് പോർഷൻ ആണെങ്കിൽ 100% ആണ്. ഇനി സെക്യൂർഡ് പോർഷൻ തന്നെ ഡൗട്ട്ഫുൾ അപ് ടു 1 ഇയർ, 1 വർഷം വരെ നമുക്ക് സംശയമാണ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഇനി 1 to 3 ഇയേഴ്സ് കിട്ടുമോ ഇല്ലയോ എന്ന് ഡൗട്ടുള്ളത്. ഇനി ഡൗട്ട് മോർ ദാൻ 3 ഇയേഴ്സ്, 3 വർഷത്തിൽ കൂടുതലാണെങ്കിൽ അപ്പോൾ അതിനൊക്കെയുള്ള പേഴ്സൻറ്റേജ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 1 ഇയർ ആണെങ്കിൽ 24%, 1 to 3 ആണെങ്കിൽ 40%, മോർ ദാൻ 3 ഇയേഴ്സ് ആണെങ്കിൽ 100%. ഇനി ലോസ് അസറ്റ് ആണെങ്കിലോ അവിടെയും 100% പ്രൊവിഷൻ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണിത്.
അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ടു ബി ഷോൺ ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ കൊമേഴ്സ്യൽ ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെയാണ് എത്ര രൂപ പ്രൊവിഷൻ കാണിക്കണം എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത്. അസറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ എമൗണ്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ എമൗണ്ട് ആണ് 8,000, സബ്സ്റ്റാൻഡേർഡ് അസറ്റ് 6,000, ഡൗട്ട്ഫുൾ അത് 1 ഇയർ ആണ് 1,000, 3 years ആണെങ്കിൽ 1,600, ഫോർ മോർ ദാൻ 3 years ആണെങ്കിൽ 400, ലോസ് അസറ്റ് ആണെങ്കിൽ 1,200. ഇങ്ങനെയാണ് അസറ്റും അതുപോലെ തന്നെ അതിൻ്റെ എമൗണ്ടും തന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൽ പ്രൊവിഷൻ എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ആ ബോക്സിൽ കാണിച്ചിട്ടുള്ള പ്രൊവിഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണോ അതിൻ്റെ പെർസെൻറ്റേജ് അത് കൃത്യമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്യാനുള്ളത്. കാൽക്കുലേഷൻ ഓഫ് പ്രൊവിഷൻ ഓൺ അഡ്വാൻസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിൽ 8,000 ആണ് നമുക്കറിയാം എമൗണ്ട്. അപ്പോൾ അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് 0.40% ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എമൗണ്ട് ഓഫ് പ്രൊവിഷൻ മാറ്റി വെക്കേണ്ടത് എത്രയാണ്, 32 ആണ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് 6,000 രൂപയാണ്, അതിൻ്റെ പ്രൊവിഷൻ 15% 900 രൂപ വരും. ഇനി ഡൗട്ട്ഫുൾ ആണെങ്കിൽ 1,000 ആണ്, 25% ആണ് പ്രൊവിഷൻ, 250 രൂപ വരും. ഇനി ഫോർ 3 years ആണെങ്കിൽ 1,600 ആണ്, 40% ആണ് പ്രൊവിഷൻ, 640 വരും. ഇനി ഫോർ മോർ ദാൻ 3 years ആണല്ലോ 400 ആണ് എമൗണ്ട്, 100% പ്രൊവിഷൻ കീപ്പ് ചെയ്യണം. കാരണം അത് റിസ്ക് കൂടുതലാണ്. 3 വർഷം എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഡൗട്ട്ഫുൾ ആണല്ലോ, സ്വാഭാവികമായിട്ടും റിസ്ക് കൂടുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ പ്രൊവിഷൻ കൂടുന്നത്. ലോസ് അസറ്റിനും 100% ആണ്. അതേസമയം സ്റ്റാൻഡേർഡ് അസറ്റ് ആകുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആണ്, അതുകൊണ്ടാണ് അവിടെ 0.40 ഉള്ളത്. അപ്പോൾ റിസ്ക് കൂടുന്നതിനനുസരിച്ച് ഇവിടെ പ്രൊവിഷൻ പെർസെൻറ്റേജും കൂടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ടോട്ടൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് 3,422 രൂപ കിട്ടും. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓൺ 31st March 2015 വിജയ് ബാങ്ക് ലിമിറ്റഡ് ഫൈൻഡ്സ് ഇറ്റ്സ് അഡ്വാൻസസ് ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ അസറ്റും അതിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് അസറ്റ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, അതിൽ ഫുള്ളി സെക്യൂർഡ് പോർഷൻ ആണ്. അപ് ടു 1 year, 1 year to 3 years, മോർ ദാൻ 3 years, ലോസ് അസറ്റ്. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് താഴെ ഒരു ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ടു ബി മെയ്ഡ് ബൈ ദി ബാങ്ക് എഗെയിൻസ്റ്റ് ദി എബോവ് മെൻഷൻ അഡ്വാൻസസ്. നമ്മുടെ അഡ്വാൻസസിൻ്റെ മുകളിൽ പ്രൊവിഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അസ്യൂം ദാറ്റ് എ പ്രൊവിഷൻ ഓഫ് 0.50% ഈസ് റിക്വയർഡ് ഓൺ സ്റ്റാൻഡേർഡ് അസറ്റ്. അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് 0.50% സ്റ്റാൻഡേർഡ് അസറ്റിന് പ്രൊവിഷൻ കാണാനാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ മുകളിൽ 0.40% കാണണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്ന സ്ഥിതിക്ക് നമ്മൾ ആ ഒരു പെർസെൻറ്റേജ് വെച്ചാണ് കാണേണ്ടത്. ഇതും 2018 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2018 ചോദിച്ചാൽ അത് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലത്തിൻ്റെ പോലെ തന്നെയാണ്. സ്റ്റാൻഡേർഡ് അസറ്റ് നമുക്കറിയാം, എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് പ്രൊവിഷൻ നമ്മൾ പറഞ്ഞു 0.40 അല്ല വരിക, കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം കൊടുത്തിട്ടുള്ളത് കൊണ്ട് 0.50%. അപ്പോൾ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ നമുക്ക് 3,728 രൂപ കിട്ടും. ഇനി സബ്സ്റ്റാൻഡേർഡ് അസറ്റ് 46,400 ആണ്, അതിൻ്റെ പെർസെൻറ്റേജ് 15 ആണ്. അതിലൊന്നും മാറ്റമില്ല. ഇവിടെ ആകെ മാറുന്നത് സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ മാത്രമേ, അത് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് മാത്രം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള അതേ പെർസെൻറ്റേജ് ഓഫ് പ്രൊവിഷൻ തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഫോർ 1 year ആണെങ്കിൽ, ഫോർ 3 years ആണെങ്കിൽ, ഫോർ മോർ ദാൻ 3 years ആണെങ്കിൽ എല്ലാം ആ ക്വസ്റ്റ്യനിൽ എന്താണോ എമൗണ്ട് അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് പ്രൊവിഷൻ അതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ പ്രൊവിഷൻ എമൗണ്ട് ആണ് 25,488 റുപ്പീസ് എന്ന് പറയുന്നത്. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് യൂണിവേഴ്സിറ്റി പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 2018 ചോദിച്ച എസ്സേ ക്വസ്റ്റ്യൻ ആണിത്. From the following information, prepare profit and loss account of Thefty for the year ended, Thefty Bank for the year ended on 31st March 2000. അപ്പോൾ ഇവിടെ നോക്കാം, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എമൗണ്ട് അവിടെ തന്നിട്ടുണ്ട് 1000 എന്നുള്ളത് 2,590. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് 3,170. റിബേറ്റ് ഓൺ ബില്ല് ഡിസ്കൗണ്ടഡ്, കമ്മീഷൻ, പേയ്മെൻറ്റ് ടു എംപ്ലോയീസ്, ഡിസ്കൗണ്ട് ഓൺ ബില്ല് ഡിസ്കൗണ്ടഡ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ്, റെൻറ്റ്, ടാക്സ് ആൻഡ് ലൈറ്റിംഗ്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ ഇനിയുമുണ്ട് ഐറ്റംസ്. പക്ഷെ നമുക്ക് ഓരോ ഐറ്റം കിട്ടുമ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഏത് ഷെഡ്യൂളിൽ വരും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 4 ഷെഡ്യൂളാണ് വരുന്നത്. മെയിനായിട്ട് വരുന്നത് 13ാമത്തെ ഷെഡ്യൂൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ 14ാമത്തെ ഷെഡ്യൂള്, 15ാമത്തെ ഷെഡ്യൂള്, 16ാമത്തെ ഷെഡ്യൂൾ, ഇങ്ങനെ 4 ഷെഡ്യൂളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് വരുന്നത്. അതിൽ 4 സെക്ഷനായിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ സെക്ഷൻ ഇൻകമാണ്. ഇൻകം എന്ന് പറയുന്ന ഹെഡിൻ്റെ 2 ഷെഡ്യൂളാണ് 13ഉം 14ഉം. 13ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഏൺഡ് എന്നുള്ളതാണ്. ബാങ്കിന് ഏതെല്ലാം തരത്തിൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 14ാമത്തെ ഷെഡ്യൂളാണ് അതർ ഇൻകം. ഇൻട്രസ്റ്റ് അല്ലാതെ ഏതെല്ലാം തരത്തിൽ ഇൻകം റിസീവ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റേ ഒരു ഹെഡാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചറിനുള്ള 2 ഷെഡ്യൂളാണ് 15ഉം 16ഉം. 15ാമത്തെ ഷെഡ്യൂളാണ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. ഏതെല്ലാം തരത്തിൽ ബാങ്കിൽ നിന്നും ഇൻട്രസ്റ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ 16ാമത്തെ ഷെഡ്യൂളാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇൻട്രസ്റ്റ് അല്ലാതെ രീതിയിലുള്ള മറ്റ് പല എക്സ്പെൻസുകൾ. നമുക്ക് ഓരോ ഐറ്റം ഏതിൽ വരും എന്ന് നമുക്ക് അറിയാൻ കഴിയണം. അപ്പോൾ ഫസ്റ്റ് ഐറ്റം നോക്കാം, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ലോണിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ബാങ്കിന് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. സ്വാഭാവികമായിട്ടും അത് എന്താണ്, ഇൻട്രസ്റ്റ് ഏൺഡ് ആണ്. 13ാം ഷെഡ്യൂളായിരിക്കും. നെക്സ്റ്റ് ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടും കമ്പനി അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ അതെന്താണ്, കമ്പനിക്ക് എക്സ്പെൻഡഡ് ആണ്. അപ്പോൾ അത് 15ാമത്തെ ഷെഡ്യൂളിൽ വരും. ദെൻ 3ാമത്തെ ഐറ്റം റിബേറ്റ് ഓൺ ബില്ല് ഡിസ്കൗണ്ടഡ്. ഈ റിബേറ്റ് ഓൺ ബില്ല് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് റിബേറ്റ് ഓൺ ബില്ല് ഡിസ്കൗണ്ടഡ് നമുക്ക് ട്രയൽ ബാലൻസിലാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. എവിടെ കാണിക്കും, അതർ ലാബിലിറ്റി ആൻഡ് പ്രൊവിഷൻ എന്ന ഹെഡിലാണ് കാണിക്കേണ്ടത്. അതേ സമയത്ത് റിബേറ്റ് ഓൺ ബില്ല് ഡിസ്കൗണ്ടഡ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് 13ാമത്തെ ഷെഡ്യൂളിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. എവിടെയാണെങ്കിൽ, അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിൽ. ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ 13ാമത്തെ ഷെഡ്യൂളിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. അതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിൽ നമുക്കറിയാം 2 പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ 2ാമത്തെ പോസ്റ്റിംഗ് ബാലൻസ് ഷീറ്റിലും വരും. അപ്പോൾ ഇവിടെ നമുക്ക് റിബേറ്റ് ഓൺ ബില്ല് ഡിസ്കൗണ്ടഡ് എവിടെയാണ് തന്നിട്ടുള്ളത്, ട്രയൽ ബാലൻസിലാണ്. അപ്പോൾ അത് ബാലൻസ് ഷീറ്റ് ഐറ്റമാണ്, ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട. ദെൻ അടുത്ത ഐറ്റം കമ്മീഷനാണ്. കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കമ്പനിക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഇൻകമാണ് 14ാമത്തെ ഷെഡ്യൂളിലാണ് വരുന്നത്. ദെൻ പേയ്മെൻറ്റ് ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് പേയ്മെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാലറി ആയിട്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടുള്ള 16ാമത്തെ ഷെഡ്യൂളിലാണ് വരിക. ദെൻ ഡിസ്കൗണ്ട് ഓൺ ബില്ല് ഡിസ്കൗണ്ടഡ്. അതെന്താണ്, ബാങ്കിന് ഇങ്ങോട്ട് കിട്ടുന്ന ഇൻകമാണ്. ഡിസ്കൗണ്ട് ഓൺ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടുന്നു. 13ാമത്തെ ഷെഡ്യൂളാണ് വരുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ്. അതും എന്താണ്, ക്യാഷ് ക്രെഡിറ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടി എന്ന് പറയുമ്പോൾ ഇൻകമാണ്. 13ാമത്തെ ഷെഡ്യൂൾ വരും. ദെൻ റെൻറ്റ്, ടാക്സ് ആൻഡ് ലൈറ്റിംഗ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്കത് എക്സ്പെൻസ് ആണ്. സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് അല്ലാത്ത എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് 16ാമത്തെ ഷെഡ്യൂൾ വരും. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റിന് മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടി എന്ന് പറയുമ്പോൾ അത് ഇൻകമാണ്. 13ാമത്തെ ഷെഡ്യൂൾ വരും. അടുത്തത് ഡയറക്ടേഴ്സ് ഫീസ്, അലവൻസസ് ആൻഡ് എക്സ്പെൻസസ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പെൻസ് ആണ്. നമുക്കറിയാം ഡയറക്ടേഴ്സിന് ഫീസ് കൊടുത്തു, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. 16ാമത്തെ ഷെഡ്യൂൾ വരും. അടുത്തത് ഓഡിറ്റേഴ്സ് ഫീസ് ആൻഡ് എക്സ്പെൻസസ്. ഓഡിറ്റേഴ്സിന് ഫീസ് കൊടുത്തു, അതും എക്സ്പെൻസ് ആണ്. 16ാമത്തെ ഷെഡ്യൂൾ വരും. ഇനി ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്. സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് കമ്പനിക്ക് എന്താണ്, എക്സ്പെൻസസ് ആണ്. ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണല്ലോ. അപ്പോൾ അത് 15ാമത്തെ ഷെഡ്യൂളിൽ കൊടുക്കണം. അടുത്തത് പോസ്റ്റേജ്, ടെലഗ്രാം ആൻഡ് ടെലഫോൺ. അത് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എക്സ്പെൻസ് ആണ്. 16ാമത്തെ ഷെഡ്യൂൾ വരും. ദെൻ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എക്സ്പെൻസ് ആണ്. 16ാമത്തെ ഷെഡ്യൂൾ വരും. ലാസ്റ്റ് വൺ സൺട്രി ചാർജ്. സൺട്രി ചാർജ് അല്ലറ ചില്ലറ ചാർജുകൾ, അതും എക്സ്പെൻസ് ആണ്. 16ാമത്തെ ഷെഡ്യൂൾ വരും. അപ്പോൾ ഇതിൽ ഇത്രയും നോട്ട് ചെയ്യേണ്ടുള്ളൂ. ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടുന്നതാണെങ്കിൽ 13 ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കുന്നതാണെങ്കിൽ 15. ഇൻട്രസ്റ്റ് അല്ലാത്ത ഇൻകം ആണെങ്കിൽ 14. ഇൻട്രസ്റ്റ് അല്ലാത്ത എക്സ്പെൻസുകളാണെങ്കിൽ 16. ഇത്രയാണ് നമ്മളിതിൽ നോക്കേണ്ടത്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. പ്രൊവൈഡ് ഫോർ കണ്ടിൻജൻസി 2 lakh, ട്രാൻസ്ഫർ റുപ്പീസ് 15,57,000 റിസർവിലേക്ക് മാറ്റി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ട്രാൻസ്ഫർ ടു റുപ്പീസ് 2 lakh ടു സെൻട്രൽ ഗവൺമെൻറ്. ഇതൊക്കെ നമ്മൾ അപ്രോപ്രിയേഷനിൽ കാണിക്കേണ്ടതായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കണ്ടിൻജൻസി ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊവിഷൻ ആയിട്ടാണ് കാണിക്കേണ്ടത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻകം എന്ന് പറയുന്ന ഹെഡിൽ ഏതെല്ലാം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് കിട്ടുന്നതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഏണ്ട 13ാമത്തെ ഷെഡ്യൂളാണ്. അതർ ഇൻകം 14ാമത്തെ ഷെഡ്യൂളാണ്. എക്സ്പെൻഡിച്ചർ 15ഉം 16ഉമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രൊവിഷൻ ആൻഡ് കണ്ടിൻജൻസി അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടില്ലേ, അത് നമ്മൾ കാണിക്കേണ്ടത് എക്സ്പെൻഡിച്ചർ എന്ന ഹെഡിൽ പ്രൊവിഷൻ ആൻഡ് കണ്ടിൻജൻസി എന്ന ഭാഗത്താണ്. അപ്പോൾ അത് നമ്മൾ 2 ലക്ഷം കാണിക്കുന്നു. അവിടെ 1000 ഫിഗറിലാണ് കൊടുത്തത്, അതുകൊണ്ടാണ് എല്ലാതും അങ്ങനെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടിൻജൻസി 2 lakh എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. 000 കട്ട് ചെയ്തിട്ട് ബാക്കി 200 ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 4872 കിട്ടും. ഇനി അതിൻ്റെ ഇൻകം എക്സ്പെൻസ് നമ്മൾ ഡിഫറൻസ് നോക്കി നമുക്ക് മനസ്സിലാക്കും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത്. അപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നുണ്ട് 2630 രൂപ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ആ 2630 നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ബ്രോഡ് ഫോർവേഡ് ചെയ്യാം നെക്സ്റ്റ് ഇയറിലേക്ക്. ഇനി അതിൽ അപ്രോപ്രിയേഷൻ ഉണ്ട്, നമ്മൾ ഈ പ്രോഫിറ്റിൽ നിന്നും എന്തെല്ലാം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം മാറ്റി വെക്കണം എന്നുള്ളത്. ഇനി അവിടെ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. അത് കമ്പൾസറിയാണ്. കമ്പനിക്ക് ഈ വർഷം കിട്ടിയ പ്രോഫിറ്റിൻ്റെ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റി വെക്കണം എന്നുള്ളത്. ഇത് ക്വസ്റ്റ്യനിൽ പറയണം എന്നില്ല, പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ 25% എന്നുള്ളത് റേറ്റ് ഫിക്സഡ് ആണ്, അതിൽ മാറ്റമില്ല. അപ്പോൾ ഈ വർഷം നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് നമുക്കറിയാം 2630 ആണ്. അതിൻ്റെ 25% എന്ന് പറയുമ്പോൾ 658 രൂപ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റിവെച്ചു. ഇനി അല്ലാത്ത ഒരു റിസർവ് അവിടെ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്ഫർ റുപ്പീസ് 15,57,000 റുപ്പീസ് റിസർവ്. അതല്ലാത്തൊരു റിസർവിലേക്ക് മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റിൽ നിന്നും. അപ്പോൾ അതും അവിടെ മാറ്റിവെച്ചു 1557. ബാക്കി 000 കട്ട് ചെയ്തതാണ്. ഇനി സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുള്ളത് 2 lakh എമൗണ്ട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 lakhൽ 000 കട്ട് ചെയ്ത് ബാക്കി 200 മാറ്റി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള എമൗണ്ട് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് 215 രൂപ എന്നുള്ളത്. അപ്പോൾ ടോട്ടൽ നമുക്ക് പ്രോഫിറ്റ് 2630 രൂപ കിട്ടും. ഇവിടെ നോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. റിബേറ്റ് ഓൺ ബില്ല് ഡിസ്കൗണ്ടഡ് ഈസ് ₹490 ഇസ് എ ബാലൻസ് ഷീറ്റ് ഐറ്റം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രയൽ ബാലൻസിൽ മാത്രമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും വരും, അതേസമയം ബാലൻസ് ഷീറ്റിലും വരും. ഇത് നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. 13ാമത്തെ ഷെഡ്യൂളിൽ ഏതെല്ലാം ഐറ്റം ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടുന്ന ഐറ്റംസ് മൊത്തം നമ്മൾ 13ാമത്തെ ഷെഡ്യൂളിലാണ് കാണിക്കേണ്ടത്. 14ാമത്തെ ഷെഡ്യൂളിലാണെങ്കിൽ അതർ ഇൻകം ആണ് കാണിക്കേണ്ടത്. അതുപോലെ തന്നെ 5ാമത്തെ ഷെഡ്യൂളിലാണെങ്കിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ഏതെല്ലാം രീതിയിൽ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു കസ്റ്റമേഴ്സിന് സേവിങ്സ് ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത്, ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണെങ്കിൽ 15ാമത്തെ ഷെഡ്യൂളിൽ കൊടുക്കണം. ഇനി അതല്ലാത്ത ഇൻട്രസ്റ്റ് അല്ലാത്ത എക്സ്പെൻസുകളാണെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ടുള്ള 16ാമത്തെ ഷെഡ്യൂളിലും കാണിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം ഏത് ഷെഡ്യൂളിലാണ് വരുന്നത്. വളരെ സിമ്പിളാണ്. ആകെ 4 ഷെഡ്യൂൾ മാത്രം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നുള്ളൂ. 14, 13, 14, 15, 16.